ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് ഹൈക്കോടതി. റിപ്പോർട്ട് പുറത്തുവിടരുതെന്നാവശ്യപ്പെട്ടുള്ള ചലച്ചിത്ര നിർമ്മാതാവിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. ഒരാഴ്ചയ്ക്ക് ശേഷം റിപ്പോർട്ട് പുറത്തുവിടാമെന്നാണ് ജസ്റ്റിസ് വി.ജി. അരുണിന്റെ ഉത്തരവ്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, റിപ്പോർട്ട് പുറത്തുവിടാമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റു വിവരങ്ങളും കെ.പി. സുരേഷ്, ഇപ്പോൾ ചലച്ചിത്ര നിർമ്മാതാവായ സജിമോൻ പാറയിൽ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് ഹൈക്കോടതി നിർണായകമായ ചരിത്രപരമായ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഹർജിക്കാരൻ്റെ വാദങ്ങൾ നിയമപരമായി നിലനിൽക്കുന്നതല്ല, അതിലുപരി ഇത് വ്യക്തിപരമായി ഹർജിക്കാരനെ ബാധിക്കുന്നതുമല്ല, ഇത് സിനിമാ മേഖലയെ ബാധിക്കും എന്ന് മാത്രമാണ് ഹർജിയിൽ പറയുന്നത്. അത് നിലനിൽക്കുന്നതല്ല എന്നതായിരുന്നു കോടതിയുടെ വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ വനിതാ കമ്മീഷനായാലും ഈ റിപ്പോർട്ട് പുറത്തുവിടണം. ഇത് സ്ത്രീകളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള ഒരു മാർഗനിർദ്ദേശം എന്ന അടിസ്ഥാനത്തിൽ തന്നെ ഇതിനെ കാണണമെന്ന വിലയിരുത്തി വിവരാവകാശ കമ്മീഷൻ ഇത് സംബന്ധിച്ച് നിലപാടെടുത്തിരുന്നത് ഇത്തരത്തിൽ മറ്റ് വ്യക്തികളെ സ്വകാര്യത ബാധിക്കുന്ന വിഷയങ്ങൾ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടാം എന്നത് തന്നെയായിരുന്നു. അതേസമയം തന്നെ WCCയും ഈ കാര്യങ്ങൾ മറച്ചു വെക്കണമെന്ന് ആവശ്യപ്പെടുന്നതിന് പിന്നിൽ രഹസ്യമായ ലക്ഷ്യങ്ങളുണ്ട്, ഹിഡൻ അജണ്ടയുണ്ട് എന്ന രീതിയിൽ തന്നെ കോടതിയിൽ ഈ കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് വാദിച്ചിരുന്നു. ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിർണായകമായ വിധി വന്നിരിക്കുന്നത്. ഇതിൽ സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് 233 പേജുള്ള റിപ്പോർട്ടാവും ഇത് സംബന്ധിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടായി പുറത്തു വരുന്നതും. കെ.പി. സുരേഷ്. കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.